ഹിൽമാസ് ടൈലറിംഗ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചുരിദാർ കട്ട് നൈറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള നൈറ്റിയാണ്, അതാണ് ഇന്ന് കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ തുണി നമുക്ക് 4 ആക്കി മടക്കിയിടാം. അപ്പോൾ നമ്മൾ കഴുത്ത് വെട്ടം കണക്കിന് ഒരു പീസിൻ്റെ ഉള്ളിലായിട്ടല്ല, രണ്ടും സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നീളത്തിൽ മടക്കി വെച്ച് പുറകനെ മടക്കിയതാണ്. നമ്മൾ നൈറ്റി മടക്കിയത് ഇങ്ങനെയാണ്. ഇങ്ങനെ മടക്കിയിട്ട് നീളത്തിൽ മടക്കി നമ്മൾ, അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കി. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് നമുക്കിത് സെപ്പറേറ്റ് കിട്ടുന്നത് ഇതുപോലെ. അപ്പോൾ ഇതങ്ങനെയാണ് മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫുൾ ഇറക്കവും നമ്മൾ എടുക്കുവാണ്. കാരണം ഇത് 290 തുണിയേ ഉള്ളൂ. നമുക്ക് 58 ഇഞ്ച് ഇറക്കം നമുക്കിതിന് വേണം. നമുക്കത് കിട്ടുമോ നോക്കാം. ഇത് നമുക്ക് 57 കിട്ടുന്നത്. നമുക്ക് ഫുൾ ഇറക്കം എടുക്കാം. 58 കിട്ടില്ല, 57 കിട്ടുന്നുള്ളൂ. ഇത് നമുക്ക് ഫുൾ ഇറക്കവും ഇതിനായിട്ട് മാറ്റാം. നമുക്ക് താഴേക്ക് വലിച്ചിടാം. ഇവിടെയാണ് നമ്മൾ ഈ ഓപ്പൺ അല്ലാത്ത സൈഡിലാണ് നമ്മൾ കഴുത്ത് രേഖപ്പെടുത്തുന്നത്. കാരണം നമുക്ക് കഴുത്ത് രേഖപ്പെടുത്തിയാൽ ഇവിടെ കഴുത്ത് രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് കൈ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്പൺ സൈഡാണ് ഇത്. ഓപ്പൺ സൈഡ് വല്ല നമ്മൾ ഷോൾഡർ കട്ട് ചെയ്താൽ, അല്ലെങ്കിൽ കൈക്കുഴിയും ഷോൾഡറും എല്ലാം കട്ട് ചെയ്ത് നമുക്ക് കൈ ഇവിടെ കിട്ടില്ല. കൈ 4 കഷ്ണമായിട്ട് വരും. അപ്പോൾ ഇവിടെയാകുമ്പോൾ നമുക്ക് 2 കഷ്ണമായിട്ട് വരും, ഓപ്പൺ അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നത്, കഴുത്ത് ഷോൾഡർ എല്ലാം അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഫുൾ ഇറക്കം എടുത്തു. 57 നമുക്ക് കിട്ടുന്ന ഇറക്കം. 58 വേണ്ടത്. നമുക്ക് 1 ഇഞ്ച് കുറവുണ്ട്. അപ്പം നമ്മൾ ഇതിന് കഴുത്ത് ഡിസൈൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, ഇതിന് മാച്ചായ തുണിയൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ ഇതാണിതിന് മാച്ചായിട്ട് കൊടുക്കുന്നത്. വണ്ണം നമുക്ക് 36, വേസ്റ്റ് വണ്ണം 34, ഹിപ്പ് വണ്ണം 41. ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ +4 കൂട്ടും. ഇപ്പോൾ കഴുത്തിറക്കം വരുന്നത്, നെക്ക് വരുന്നത് 5.5 ഇഞ്ച്, ഷോൾഡർ 16 ഇഞ്ച്. ഇപ്പോൾ പുറകഴുത്തിറക്കം 5 ഇഞ്ചാണ് നമ്മൾ ഇറക്കുന്നത്. ഫ്രണ്ട് 5.5, പുറക് 5 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് 1.5 കുറയ്ക്കുന്നത്. ഷോൾഡർ 16. അപ്പോൾ നമുക്ക് 14 വന്നു. അപ്പോൾ ഷോൾഡറിൻ്റെ 2-1 വണ്ണം. 14 വരുമ്പോൾ 7.25. അടയാളപ്പെടുത്തി നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഷോൾഡർ തന്നെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി തന്നെ കൈക്കുഴി കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന് അങ്ങനെ കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ 6.5 ഇഞ്ചാണ് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ 7.25 നമ്മൾ 6.5 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കമായിട്ട് രേഖപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്ത് 5.5 ഇഞ്ച് കഴുത്തിറക്കം രേഖപ്പെടുത്തി. അകലം 2.5 ഇഞ്ച് രേഖപ്പെടുത്തി. നമ്മൾ ചതുരക്കഴുത്താണ് വരച്ചത്. നമ്മൾ സിബ് കൊടുക്കുന്നില്ല. ചെസ്റ്റ് വണ്ണം രേഖപ്പെടുത്താം. ഇപ്പോൾ 36ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 40 വന്നു. 40ൻ്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. 34ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുമ്പോൾ 38 വന്നു. നമ്മൾ ചെസ്റ്റ് അളവ് രേഖപ്പെടുത്തി. 36ൻ്റെ കൂടെ 4, വേസ്റ്റ് ഇറക്കത്തിന് 34. അപ്പോൾ 34ൻ്റെ കൂടെ ഇവിടെ 14 ഇഞ്ച് ഇറക്കം രേഖപ്പെടുത്തി. അതിന് ശേഷം 34ൻ്റെ കൂടെ 4 കൂട്ടി 38 വന്നു. 38ൻ്റെ 4 എന്ന് പറയുന്നത് 9.5. ഇനി നമ്മൾ 41 ഹിപ്പളവാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു 20 ഇഞ്ച് ഇറക്കത്തിൽ ഹിപ്പളവ് രേഖപ്പെടുത്താം. 41ൻ്റെ കൂടെ 4 കൂടുമ്പോൾ 45 വന്നു. 45ൻ്റെ 4-1 11.25. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഹിപ്പിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ ചെരിച്ച് വിടുവാണ് സൈഡിലേക്ക്. കാരണം വെച്ചാൽ ചിലർക്ക് ഹിപ്പിൻ്റെ അവിടെ വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് നമുക്കിവിടെ ഒത്തിരി ഷേപ്പാക്കി കൊടുക്കാൻ പറ്റില്ല. അവിടെ താഴേക്ക് നമ്മൾ ചേർത്ത് വരയ്ക്കുകയുള്ളൂ. സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ചേർത്ത് വരയ്ക്കുകയുള്ളൂ. ഇങ്ങനെ ചേർത്ത് വരച്ചെടുക്കും. ഇത് നമുക്ക് ഷേപ്പാക്കാം. അങ്ങനെ ആക്കി. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഒരു 3/4 ഇഞ്ച് ഇട്ടാൽ മതി. കാരണം നമുക്ക് കൈ തയ്ക്കാൻ കിട്ടണം. ഇത്രയും രേഖപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കം, പുറകിലത്തെ കഴുത്തിറക്കം 5 ഇഞ്ച്.
അത് യു ആണ് വരയ്ക്കുന്നത്. ഇത് ഫ്രണ്ട്. ഇത് നമുക്ക് കൈയുടെ നൈറ്റി വെട്ടുന്നതിന് മുമ്പ് ഞാൻ കൈയും കൂടെ രേഖപ്പെടുത്തി കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ നമ്മളത് നൈറ്റിയുടെ അളവ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയാണ് കൈ കിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് കൈ എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം കൈയുടെ ഇറക്കം വരുന്നത് നമുക്ക് 8 ഇഞ്ചാണ്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി. അതേ 8 ഇഞ്ച് നമ്മളിവിടെ നൈറ്റിയുടെ അവിടെയും അടയാളപ്പെടുത്തി. അവിടെ നമുക്ക് റിഗാൾ ഷേപ്പ് പിടിക്കണം. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ റിഗാൾ ഷേപ്പ് പിടിച്ചു. അപ്പോൾ നമുക്കിവിടെ ഇനി നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് വണ്ണം 10 ഇഞ്ചാണ് നമുക്ക്. അതായത് 40ൻ്റെ 4 പറയുന്നത് 10 ഇഞ്ചാണ്. 10ൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കും. അപ്പോൾ 9 ഇഞ്ച്. 9 ഇഞ്ച് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി. താഴെ വശത്ത് നമുക്ക് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ കൈ രേഖപ്പെടുത്തി. അപ്പോൾ നമ്മളത് കൈ വരയ്ക്കുകയും ചെയ്തു. അപ്പോൾ നൈറ്റി നമ്മൾ 3/4 ഇഞ്ചാണ് വണ്ണം കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കൈ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലും ഇറക്കം വേണ്ടവരാണെങ്കിൽ ഈ പീസ് എടുത്തിട്ട് നമ്മളിവിടെ പീസ് കൊടുത്ത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈക്ക് ഇറക്കം കിട്ടും. അപ്പോൾ ഇപ്പം നമുക്ക് ഇതാണ് കൈയുടെ ഇറക്കം വേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പീസ് നമ്മൾ കഴുത്തിനായിട്ട് പുറകിലത്തെ കഴുത്ത് ക്രോസ് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതെടുക്കുന്നത്. നമ്മൾ ഫ്രണ്ട് കഴുത്തിൽ വേറെ പീസാണ്, ഇതിന് മാച്ചായിട്ടുള്ള പീസാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൂസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ, അതായത് മിക്സ് ആൻഡ് മാച്ച് കൈ അടിക്കേണ്ടി വരും. എങ്കിൽ നമുക്ക് വണ്ണം കൂടുതൽ കൊടുത്തിട്ട് അടിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് കഴുത്ത് നമ്മൾ പുറകഴുത്ത് ആദ്യം വെട്ടി നമുക്ക് ഫ്രണ്ട് കഴുത്ത് വെട്ടിയെടുക്കാം. ചതുരമാണ് വെട്ടുന്നത്. നമ്മൾ കഴുത്ത് വെട്ടി. ഇനി നമുക്ക് ഈ കൈക്കുഴി വണ്ണം കൈ ഇവിടെ വരുമ്പോൾ നമുക്ക് കൈ കട്ടാകാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഷോൾഡർ പിടിക്കാം. നമ്മളിത് ഫ്രണ്ടിലത്തെ കൈ കുഴിച്ച് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ചെടുത്ത് കളയും. അപ്പോൾ നമ്മൾ കൈക്കുഴിയും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കഴുത്തിൻ്റെ എക്സ്ട്രാ പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ കൈ കട്ട് ചെയ്യാം. നമ്മൾ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് നമുക്ക് ക്രോസ് പീസിനുള്ളത് കട്ട് ചെയ്യണം. പുറകിലത്തെ ക്രോസ് പീസിനുള്ളത് കട്ട് ചെയ്യാം. നമ്മുടെ പുറകിലത്തെ പീസിനുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ ഇറക്കം ഇച്ചിരിയുടെ കൂടുതൽ വേണമെങ്കിൽ നമുക്കിതിൽ നിന്നും ഒരേ വീതിക്ക് മുറിച്ചെടുത്താൽ നമുക്ക് കൈക്ക് നീട്ടം കൂട്ടാൻ പറ്റും. നമ്മൾ 1.5 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു പീസ് മുറിച്ചെടുക്കുകയാണ്. അത് കയ്യിലേക്ക് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൈക്ക് നീളം കൂട്ടാനുള്ളതും പുറകിലത്തെ ക്രോസ് പീസും എല്ലാം മുറിച്ചെടുത്ത് ഇനി ഫ്രണ്ടിലത്തെ കഴുത്തിൽ ഡിസൈനായിട്ട് വെക്കാൻ നോക്കാം.
പക്ഷേ ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റി വേറെയാണ് വെക്കുന്നത്. ബോർഡറായിട്ട്, അതായത് ഫ്രണ്ട് കഴുത്തിൽ ഡിസൈനായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതാണ് കുറച്ചുകൂടെ മാച്ചായിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡിസൈനായിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഫ്രണ്ട് കഴുത്തെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്ലേസിങ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. ഇതിന് പകരം നമുക്കിത് ഗ്ലേസിങ് ഇല്ലാത്ത ഭാഗം വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഫ്രണ്ട് കഴുത്തെടുത്ത് വെച്ചു. അതിന് ശേഷം നമുക്ക് ഈ കഴുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇത്രയാണ് നമുക്ക് നൈറ്റിയുടെ ഉള്ളത്. നമ്മളിത് ഫ്രണ്ട് കഴുത്ത് ഇതിൻ്റെ മുകളിലെടുത്ത് വെക്കും. അപ്പോൾ വേസ്റ്റ് ഇറക്കത്തിൻ്റെ അത്ര ഇറക്കി ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ കഴുത്ത് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കാം. അത് വരച്ചെടുത്തു. ഇത് ഫ്രണ്ട് നമുക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് 2.5 ഇഞ്ച്, ഇത് നമ്മൾ കഴുത്ത് വരച്ചെടുത്തുന്നത് 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 2.25 ഇവിടെ നമ്മൾ ഇങ്ങനെ കോണായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഷേപ്പിൽ വരച്ചെടുത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് കഴുത്തിനുള്ളത് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഈ കഴുത്തും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് വശത്ത് നമുക്ക് വെക്കാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നമുക്ക് സിബ് വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്കിതടിക്കാം. നമ്മൾ പുറകിലത്തെ പീസിന് ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുരിദാർ നൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ലൂസിലൊന്നുമല്ല ഇടുന്നത്. 12 ഇഞ്ച് താത്തിയിട്ട് ടക്കിടുന്നത്. ടക്കിൻ്റെ നീളം കൊടുക്കുന്നത് 6 ഇഞ്ചാണ്. ടക്കിൻ്റെ അകലം കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. 36 ആയതുകൊണ്ട് തന്നെ നമ്മൾ 3.5 ഇഞ്ചാണ് അകലം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടക്കിടുന്നത്. അവിടെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടക്കിട്ട് കൊടുക്കുന്നത്. നമ്മൾ ടക്കിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പുറകു കഴുത്ത് ക്രോസ് പീസ് കൊടുക്കാം. നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്തടിച്ചു കൊടുക്കാം. യുടെ കഴുത്ത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാറ്റിൻ സ്റ്റിച്ച് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഫ്ലവർ വെച്ച് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. കഴുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നൈറ്റി നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. കഴുത്തിൽ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്ത് കൈക്ക് പൈപ്പിംഗ് കൊടുത്താണ് തയ്ച്ചിട്ടുള്ളത്. നല്ല വിരിവുണ്ട്. ഇത് മേശയിൽ നിവർത്തിയിടാൻ പറ്റില്ലാത്തതുകൊണ്ട് മടക്കിയിട്ടതാണ്. പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ അതേ കളർ തുണി തന്നെ നമ്മൾ കൈക്കും പൈപ്പിംഗ് കൊടുത്താണ് തയ്ച്ചത്. നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എംബ്രോയ്ഡറി ഇതാണ്.
എംബ്രോയ്ഡറിയും ചെയ്ത് പൈപ്പിങ്ങും കൊടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കഴുത്ത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.